കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 23,100 എന്ന ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷം 0.11% ഇടിഞ്ഞ് 22,932 ക്ലോസിംഗ് നൽകി. സെൻസെക്സ് 76,000 എന്ന ലെവൽ മറികടന്നെങ്കിലും 75,390 ക്ലോസിംഗ് നൽകിയത്. തുടർച്ചയായ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 541 കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 922 കോടിയുടെ ബൈയിങ് തുടർച്ചയായ നാലാമത്തെ ദിവസം നടത്തുകയും ചെയ്തു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, നാറ്റ്കോ ഫാർമ, ലക്ഷ്മി മിഷൻ വർക്ക്സ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ABFRL, IRCTC, ബ്രിഗേഡ് എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വരികയും ചെയ്യും. മാമ എർത്ത് എന്ന കമ്പനി കോസ്മെറ്റിക് ഫോർമുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയായ കോസ്മോ ജെനസിസ് ലാബിനെ അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ മാമ എർത്ത് അല്ലെങ്കിൽ ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അദാനി ഗ്രൂപ്പിലെ അദാനി എനർജി സൊല്യൂഷൻസ് 12,500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് അദാനി എനർജി സൊല്യൂഷൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. IRCTC, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റ്, ABFRL, ക്യാമ്പസ് ആക്റ്റീവ് വെയർ, കപ്പാസൈറ്റ് ഇൻഫ്രാ പ്രോജക്റ്റ്, ഡെക്കാൻ സിമൻറ്റ്, ഡ്രീം ഫോക്ക് സർവീസ്, EIH, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, SR ഷിപ്പിംഗ്, എക്സികോം ടെലിസിസ്റ്റം, എക്സാരോ ടൈൽസ്, ജെൻസോൾ എഞ്ചിനീയറിംഗ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഹിൻഡ് റെക്ടിഫയർ, റാംകോ സിമൻറ്റ്, പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ്, സാലാസർ ഇലക്ട്രോണിക്സ്, സുപ്രിയ ലൈഫ് സയൻസ്, TCPL പാക്കിംഗ്, TTK പ്രസ്റ്റീജ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് ഒന്ന് മനസ്സിലാക്കാം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. നെറ്റ് പ്രോഫിറ്റ് 2.5% ഉയർന്ന് 13,428 കോടിയിൽ നിന്നും 13,763 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രീമിയം ഇൻകം 15.6% വർദ്ധിച്ച് 1.32 ലക്ഷം കോടിയിൽ നിന്നും 1.52 ലക്ഷം കോടിയിലേക്ക് എത്തി. വാല്യൂ ന്യൂ ബിസിനസ് 17.5% നിന്നും 17.2% ഇടിയുകയും ചെയ്തു. ഫാർമ സെക്ടറിലെ നാറ്റ്കോ ഫാർമ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. നെറ്റ് പ്രോഫിറ്റ് 40% വർദ്ധിച്ച് 276 കോടിയിൽ നിന്നും 386 കോടിയിലേക്ക് എത്തി. 338 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. 952 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 1068 കോടിയുടെ റവന്യൂ കമ്പനി നേടുകയും 898 കോടിയിൽ നിന്നും റവന്യൂ 1068 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. EBITDA 46.7% വർദ്ധിച്ച് 339 കോടിയിൽ നിന്ന് 497 കോടിയിലേക്ക് എത്തി. EBITDA മാർജിൻ 37.8% നിന്നും 46.6% ഉയർന്നു. GMDC മോശം ക്വാർട്ടർലി റിസൾട്ടാണ് കാഴ്ചവെച്ചത്. നെറ്റ് പ്രോഫിറ്റ് 50% ഇടിഞ്ഞ് 442 കോടിയിൽ നിന്നും 207 കോടിയിലേക്ക് എത്തി. റവന്യൂ 20.8% ഇടിഞ്ഞ് 948 കോടിയിൽ നിന്നും 741 കോടിയിലേക്ക് എത്തി. GMDCയുടെ EBITDA 47.3% ഇടിഞ്ഞ് 390 കോടിയിൽ നിന്നും 205 കോടിയിലേക്ക് എത്തി. ആഗ്രോ കെമിക്കൽ സെക്ടറിലെ കമ്പനിയായ സുമിത്തോമോ കെമിക്കൽസിൻ്റെ പ്രോഫിറ്റിൽ 52% വർധനവുണ്ടായി. 80 കോടിയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 110 കോടിയുടെ പ്രോഫിറ്റ് കമ്പനി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 72 കോടിയുടെ പ്രോഫിറ്റായിരുന്നു കമ്പനി നേടിയത്. EBITDA മാർജിൻ 12.4% നിന്നും 20.8% ഉയർന്നു. EBITDA 73.9% വർദ്ധിച്ച് 81 കോടിയിൽ നിന്ന് 140 കോടിയിലേക്ക് എത്തി. റവന്യൂ 3.5% വർദ്ധിച്ച് 682 കോടിയിൽ നിന്നും 674 കോടിയിലേക്ക് എത്തി. 681 കോടിയുടെ EBITDA 681 കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് സുമിത്തോമോ കെമിക്കൽസ് കാഴ്ചവെച്ചിരിക്കുന്നത്. ലുമാക്സ് ആട്ടോ ടെക്നോളജിയുടെ നെറ്റ് പ്രോഫിറ്റ് 24 കോടിയിൽ നിന്നും 51 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 53.5% വർദ്ധിച്ച് 493 കോടിയിൽ നിന്നും 787 കോടിയിലേക്ക് എത്തി. EBITDA 62% വർദ്ധിച്ച് 57 കോടിയിൽ നിന്നും 92 കോടിയിലേക്ക് എത്തി. നാൽക്കോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 495 കോടിയിൽ നിന്നും 997 കോടിയിലേക്ക് ഉയർന്നു. 552 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. പ്രോഫിറ്റ് മാർജിൻ 20.9% നിന്നും 30.9% ഉയരുകയും EBITDA 767 കോടിയിൽ നിന്നും 1108 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. അതേസമയം കമ്പനിയുടെ റവന്യൂ 2.5% ഇടിഞ്ഞ് 3671 കോടിയിൽ നിന്നും 3579 കോടിയിലേക്ക് എത്തി. 3924 കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്.
LG എക്യുപ്മെൻറ്റിൻ്റെ റവന്യൂ 3.6% വർദ്ധിച്ച് 836 കോടിയിൽ നിന്നും 866 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് അതേസമയം 55% ഇടിഞ്ഞ് 170 കോടിയിൽ നിന്നും 76 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് മാർജിൻ 15.2% നിന്നും 14.5% ഇടിയുകയും എബിറ്റ 127 കോടിയിൽ നിന്നും 125 കോടിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് HPCL. HPCL 2:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. HPCLൻ്റെ ഓരോ 2 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും 1 ഷെയർ കൂടി ബോണസായി ലഭിക്കും. ഏഷ്യൻ പെയിൻറ്റ് എന്ന കമ്പനി SCIBയുടെ 23.4% സ്റ്റേക്കുകൾ 34.42 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ സബ്സിഡറി കമ്പനിയായ APIPL എന്ന കമ്പനി ആൾറെഡി SCIBയുടെ 85.6% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തിരുന്നു. ജ്യോതി സ്ട്രക്ചർ എന്ന കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂവിൽ മികച്ച സബ്സ്ക്രിപ്ഷൻ ലഭിച്ചു. ജ്യോതി സ്ട്രക്ചറിൻ്റെ റൈറ്റ് ഇഷ്യൂ 207% ഉയർന്നിട്ടുണ്ട്. കൂടാതെ അദാനി എനർജി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. 12,500 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി അദാനി എനർജി QIP പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രവേഗ് എന്ന കമ്പനി അബിക് അഡ്വർടൈസ്, ബിന്ദൻ അഡ്വർടൈസ് തുടങ്ങിയ കമ്പനികളുടെ 51% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയുടെ OFS മെയ് 28, 29 തുടങ്ങിയ തീയതികളിൽ നടത്തും. ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രൊമോട്ടർ 2.4% സ്റ്റേക്കുകളാണ് 885 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ OFS വഴി വിറ്റഴിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.